ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു കാര്യങ്ങളിൽ വ്യത്യാസമൊന്നും കാണാത്ത ഒരു നാടാണ്. അപ്പം നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാമല്ലോ അല്ലേ? മാപ്പിളപ്പാട്ട് എനിക്കിഷ്ടമാണ്. പക്ഷേ അത് ക്ഷേത്രത്തിലല്ല, അത് പൊതുസ്ഥലത്താവട്ടെ, അവരുടെ വേദികളിലാകട്ടെ, അവർ കാസറ്റാക്കിയിട്ട് നമ്മളൊക്കെ കേൾക്കാം. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടതേ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നന്ദഗോവിന്ദം ഭജൻസ് അവരുടെ ഒരു കാര്യമാണ് പറയുന്നത്. കാര്യം ഇതിൽ രാഷ്ട്രീയമോ ഒന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ചാനലിലൂടെ രാഷ്ട്രീയമൊന്നും കൊണ്ടുവരികയില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെ പോവുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കട്ടെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഈ രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമില്ല. എല്ലാ പാർട്ടിക്കാരും എനിക്ക് ഒരുപോലെയുള്ളൂ. ഞാൻ പ്രത്യേകിച്ച് ഒരു പാർട്ടി അങ്ങനെ എനിക്കില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ആരും രാഷ്ട്രീയം കുത്തിച്ചേർക്കില്ല കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യത്തിലൊന്നും രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു വർഗീയതയോ ഒന്നും നിങ്ങൾ കുത്തിച്ചേർക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ 1.5 ലക്ഷം ആകാൻ പോകുന്നു. ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ സപ്പോർട്ടൊക്കെ ചെയ്തിട്ട്. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നു. അപ്പം തന്നെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യുന്നേ. എന്നാ ഇങ്ങനെയൊക്കെ ഞാൻ എത്ര പ്രാവശ്യം പറയുന്നുണ്ടെന്നേ നിങ്ങളോടൊക്കെ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്യാനായിട്ട്. ഞാൻ ഈ ഹൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്നാ നിങ്ങൾ ചെയ്യാത്തത്? ഹൈപ്പും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ നിങ്ങൾ കുത്തിച്ചേർക്കുക. നിങ്ങൾ ആദ്യം കാര്യങ്ങൾ കേട്ടതിന് ശേഷമേ പ്രതികരിക്കാവുള്ളൂ കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇപ്പോൾ കാണുന്ന മൊത്തം എന്നാന്ന് ചോദിച്ചാൽ ഒരു കാര്യം അറിയാതെ ചുമ്മാ കുറേ കമൻറ്റുകൾ വിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യരാണ് കാണുന്നത്. എന്നതിനാണെന്ന് എനിക്കറിയാൻ പറ്റില്ല കേട്ടോ. നമുക്ക് സുനാമി വന്നു, കൊറോണ വന്നു, നിപ്പ വന്നു, എന്നെല്ലാം അസുഖങ്ങൾ വന്നു. ഈ സമയത്തൊക്കെ ഈ ജാതി നോക്കിയിട്ടാണോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിന്നത്? ആണോ? ഈ കൊറോണ വന്നു കഴിഞ്ഞ് ഓരോ മനുഷ്യരെയും കൊണ്ട് കൂട്ടിയിട്ട് കത്തിച്ച് കളഞ്ഞുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ മനുഷ്യരെ അവരുടേതായ ആചാരപ്രകാരം പോലും അല്ല അടക്കിയേക്കുന്നത്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ലേ? പിന്നെ എന്ത് ജാതി, എന്ത് കാര്യം? നമുക്ക് വിശ്വസിക്കാൻ ഒരു ദൈവവും ചൂണ്ടിക്കാണിക്കാൻ ഒരു മതവും വേണമെന്നാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ ജാതിയിലോ മതത്തിലോ ഒന്നും ഞാൻ ഒരു ഇതായിട്ട് പറയില്ല. നമ്മൾ ഒരു മതത്തെ വന്നിച്ചില്ലെങ്കിൽ നിന്ദിക്കരുത്, അത്രേ പറയുന്നുള്ളൂ. നമ്മൾ ഒരു മതത്തെയും അങ്ങനെയുണ്ട്. എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങൾ വലുതാണ്. എല്ലാവർക്കും, എല്ലാ മതക്കാർക്കും. ഇപ്പോൾ ക്രിസ്ത്യൻ ആണെങ്കിൽ അവർക്ക്, ഞാനൊരു ക്രിസ്തീയ രീതിയിൽ ജീവിച്ച് വളർന്നേച്ച് ഞാനൊരു ഹിന്ദുവിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരാളാണിപ്പോൾ. എനിക്ക് ഈ 2 മതത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ എൻ്റെ ഒരാവശ്യം വരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ മാതാവെന്നും വിളിക്കും, എൻ്റെ അമ്മയെന്നും വിളിക്കും. ഇത് രണ്ടും എനിക്ക് ഒന്നായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോൾ കേൾക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ പറയായിരിക്കും മാതാവും അമ്മയൊക്കെ ഒന്നല്ല രണ്ടാന്നൊക്കെ. പക്ഷേ അതൊക്കെ ഓരോ മനുഷ്യരുടെ മനസ്സിൻ്റെയാണ്. നമുക്ക് വിശ്വാസമുണ്ടോ, നമുക്കത് മാത്രം. നമ്മുടെ വിശ്വാസമാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ നടത്തി തരുന്നത്. അല്ലാതെ ഈ മതത്തിൻ്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നതിനാണ് എനിക്കറിയാൻ മേല. ഇവർ തന്നെ പറയുന്നുണ്ട് ആ കോട്ടയത്ത് ആ ഒരു പ്രദേശത്ത് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. എൻ്റെ അമ്മയുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മയുടെ നാടും കോട്ടയം ജില്ല തന്നെയാണ്. അവിടെ മുണ്ടക്കയെന്ന് പറയും. അവിടെ ആണെങ്കിലും ഈ ഹിന്ദു മുസ്ലിങ്ങൾ ക്രിസ്ത്യൻസ് ഇങ്ങനെ ഒരു വേർതിരിവില്ല കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണങ്ങളാണ്. അല്ലെങ്കിൽ അവൻ ക്രിസ്ത്യാനി അന്ന് എൻ്റെ കൂടെ കുടിക്കുക, അല്ലെങ്കിൽ ഹിന്ദു, അങ്ങനെ ഒരു തള്ളൽ എല്ലാവരും ഒരേപോലെയാണ് കാണുന്നത്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതായിട്ട് പോകുന്നില്ല. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കേട്ടപ്പോൾ ഒരുപാട് വിഷമം വന്നു കേട്ടോ. ഇതിപ്പോൾ കോട്ടയത്ത് വേമ്പിക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പുനരുദ്ധാരത്തോടു കൂടി ഉണ്ടായ ഒരു പരിപാടിയാണ്, ഒരു ഭജനയാണ്. ചിലർ ഗാനമേള എന്നൊക്കെ പറയുന്നുണ്ട്. ഭജനയാണ്. അതിലവരൊരു ക്രിസ്തീയ ഗാനം ആലപിച്ചു. അതാണ് അവർ ചെയ്തൊരു തെറ്റാണ്. ആ ഒരു ഗാനം പാടുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നാടാണത്. അദ്ദേഹം അവിടെ പഠിച്ച സ്കൂളിനെ പറ്റി പറയുന്നുണ്ട്. അവിടുത്തെ അവരുടെ ആ ഒരു മത സൗഹാർദ്ദത്തെപ്പറ്റി അവർ പറയുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ വിഷുവിന് അവർ ദീപക്കാഴ്ചയോ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അത് വരുന്ന സമയത്ത് പള്ളിയിലും അവരും മെഴുകുതിരി കത്തിച്ച് വെച്ച് അവർ സ്വീകരിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് ഒരു ഇതായിട്ടാണ് അവർ അവിടെ മൊത്തം ആ സമയത്ത് ഒരു ദീപക്കാഴ്ച എന്ന് പറഞ്ഞാൽ ദീപം കത്തിച്ച് വെച്ചാണ് എല്ലാവരും ഇതായിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദുഃഖ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അമ്പലത്തിൽ അവിടെ പാട്ടോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വെക്കത്തില്ല എന്ന്. അത് ആ പള്ളി അമ്പലമായിട്ട് അധികം ദൂരമില്ല. അവരങ്ങനെ അതുപോലെ സഹകരിച്ച് പോകുന്ന ആൾക്കാരാണ്. അതിലേക്ക് കൊണ്ട് ഈ വിഷം കുത്തിവെക്കേണ്ട കാര്യമെന്ന് അവിടുത്തെ അമ്പല കമ്മിറ്റിക്കാർക്ക് വിഷയമില്ല, ആ നാട്ടുകാർക്ക് വിഷയമില്ല, ഇവർക്ക് അവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല. അവരൊക്കെ പറയുന്നത് ഒരു പാട്ട് പാടിയതിന് എന്നാ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എന്നാൽ ആദ്യമേ അദ്ദേഹം പറയുന്നത്, ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം കൂടെ പറയാവേ. പോസ്റ്റുകൾ കണ്ടു, ശശികല എന്ന് പറഞ്ഞ ടീച്ചർ പറയുന്ന കുറേ പോസ്റ്റുകൾ കണ്ടു. ക്ഷേത്രത്തിൽ മറ്റു മതങ്ങളുടെ ഭക്തിഗാനം വേണ്ട, അതുപോലെ പള്ളികളിൽ ഹിന്ദു ഭക്തിഗാനങ്ങളും വേണ്ട. അതിവരാണോ തീരുമാനിക്കുന്നത് പള്ളികളിൽ എന്നാ വേണമെന്നുള്ളത്? ഇവർ വിഷം കുത്തി വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും അങ്ങനെ വിഷം കുത്തി വെക്കാൻ പറ്റുമോ? എത്ര വൈദികർ പോലും ഇതിനെതിരെ ഇവരുടെ ഈ ഒരു ഇങ്ങനെ ഇവർ വിദ്വേഷം പകർത്തുന്ന ഒരു സ്ത്രീയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. ഇവരൊരു അധ്യാപിക എന്ന് പറഞ്ഞാലും ഇവർ ഒരുപാട് വിദ്വേഷം വരുത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മതങ്ങളെ, മുസ്ലിം മതങ്ങളെ, ഈ ക്രിസ്തു മതങ്ങളെ ഇവർക്ക് ഇഷ്ടമല്ല. ഇവരതിന് പറയുന്നത് പിള്ളേർക്ക് ഇങ്ങനെ വേദോപദേശ ക്ലാസ്സുകളുണ്ട്, സൺഡേ സ്കൂള്, അതുപോലെ മതപഠന ക്ലാസ്സുകൾ, അതൊന്നും വേണ്ടത് 18 വയസ്സ് വരെ കുഞ്ഞുങ്ങളങ്ങ് ജീവിച്ചേച്ച് പിന്നെ അവരെന്നാന്ന് വെച്ചാൽ ഈ 18 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് പിള്ളേർ ഈ
വേദോപദേശ ക്ലാസ്, മതപഠന ക്ലാസ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു മതത്തെപ്പറ്റി മാത്രം ഇതായിട്ടല്ല പഠിപ്പിക്കും. ഞാനൊക്കെ സൺഡേ സ്കൂളിൽ പഠിച്ച സമയത്ത് മറ്റുള്ളവരെ സ്നേഹിക്കുക, അതിങ്ങനെയുള്ള പാഠങ്ങളാണ് അതിൽ നിന്ന് വരുന്നത്. അതിൽ നിന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടി, മോഷ്ടിക്കരുത്, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, ഇങ്ങനെയുള്ള കഥകളൊക്കെയാണ് ആ ഒരു പുസ്തകത്തിനകത്ത്. അല്ലാതെ നീ ഹിന്ദുവിനെ കണ്ട ഉടനെ വാളെടുക്കണം, അല്ലെങ്കിൽ മുസ്ലിമിനെ കണ്ടാൽ നീ ഉടനെ വാളെടുക്കണം, ഇതൊന്നും അല്ല പഠിപ്പിക്കുന്നത് അവിടെ. ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ച വ്യക്തിയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ റോമൻ കത്തോലിക്കാണ്. അപ്പോൾ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല, എൻ്റെ മനസ്സിൽ ഒരിക്കലും ഒരു ജാതി വ്യത്യാസം തോന്നിയിട്ടില്ല, ഹിന്ദു മുസ്ലിം എന്ന് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഇവർ പറയുന്ന കാര്യങ്ങൾ, ആ ഒരു കാര്യം. പിന്നെ പള്ളിയിൽ ശ്രീകൃഷ്ണ ഭക്തിഗാനം പാടുമോ? അമ്പലത്തിൽ പാടേണ്ടത് മതി. അമ്പലത്തിൽ ബാത്റൂം ബെഡ്റൂം ആക്കില്ല ആരും, ഓരോന്നിനും അതിൻ്റെതായ കർമ്മമുണ്ട്. എനിക്ക് മനസ്സിലായില്ല, ബാത്റൂം ബെഡ്റൂം ആക്കുകയില്ല എന്നാ പറഞ്ഞ അവർ അത് എന്നതാണ് അവർ ഉപമിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് അവരല്ല കേട്ടോ, ശശികല എന്ന് പറഞ്ഞാൽ ഇത് വേറെ പുള്ളിക്കാരൻ. അവരും കൂടെ കിടന്നാണ് ഈ കിടന്നുള്ള പോസ്റ്റുകൾ മൊത്തം അങ്ങോട്ട് വാരി വിതറുന്നത്. എന്നത്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചിക്കൻ മസാല നല്ലതാണ്, പക്ഷേ പായസത്തിലിടരുത്. ക്ഷേത്രത്തിൽ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചാൽ നന്ദഗോവിന്ദ പ്രചരിച്ചിരിക്കുക, അതിൻ്റെ ഇത് കൊടുത്തേക്കുന്നതാണ്. ശശികല പ്രതികരിച്ചേക്കെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ഈ ഒരു അമ്പലത്തിനകത്ത് ഇപ്പോൾ ശ്രീകോവിലിന് മുന്നിൽ നിന്നൊരു ഭക്തിഗാനമാണ് അവരിപ്പോൾ അത് പാടിയിരുന്നെങ്കിൽ നമുക്ക് പറയാം, അത് അവരുടെ വിശ്വാസത്തെയാണ് ചോദ്യം ചെയ്തതെന്ന് പറയാം. ഇവർ പറയുന്ന പള്ളിയിൽ ആൾക്കാരെ നിന്ന് ഒരിക്കൽ ഒരാൾ കമൻറ്റ് ഇട്ടേക്കുന്നുണ്ട്, പള്ളിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമോ, കർത്താവ് പള്ളിയിൽ നിന്ന് ആൾക്കാരെ അടിച്ചിറക്കിയിട്ടില്ലെന്നും. അതൊക്കെ എന്താണ് കാര്യമെന്നൊന്നും അറിയാതെയാണ്, ഒന്നിനെപ്പറ്റി ഒന്നും അറിയാതെ ഇങ്ങനെയുള്ള കാര്യം. പള്ളിക്കകത്ത് കച്ചവടങ്ങൾ ചെയ്യുന്നതിനാണ് കർത്താവ്, അത് പരിശുദ്ധമായ ഒരു സ്ഥലമാണ്, അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഒന്നും അറിയാൻ മേലാതെ കുറേ പേര് ഇതിനെ ഉപമിച്ചുകൊണ്ട് ഈ മതത്തിൻ്റെ പേരും പറഞ്ഞ് കുറേ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എനിക്കറിയാൻ മേല, ഒരുത്തൻ ചാകാൻ കിടക്കുമ്പോൾ അവൻ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് പറഞ്ഞിട്ടാണോ അവനെ രക്ഷിക്കാൻ പോകുന്നത്? ഒരിക്കലും അല്ലല്ലോ. അല്ലെങ്കിൽ അവൻ ക്രിസ്ത്യനാണോ എന്ന് പറഞ്ഞിട്ടാണോ രക്ഷിക്കാൻ പോകുന്നത്? ഇതുപോലെ ഇപ്പോൾ ഇവർ പറഞ്ഞു മതപഠന ക്ലാസ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളൊക്കെ ആ മതപഠന ക്ലാസ്സിൽ പഠിച്ചത് കൊണ്ടൊക്കെ തന്നെയാണ് എല്ലാ മതക്കാരെയും ഒരുപോലെ സ്നേഹിക്കാനും ഒരുപോലെ അവരൊക്കെ കാണാനും അവരവരുടെ വിശ്വാസങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി വരാൻ പറ്റിയത്. അല്ലാതെ ഇവർ പറയുന്ന പോലെ വിഷം തുപ്പലല്ല മതപഠനം എന്ന് പറഞ്ഞാൽ. നമുക്ക് ആദ്യം തന്നെ ഇവർ പറയുന്ന കാര്യമൊന്നും കേൾക്കട്ടെ. ആ ഭജന നടക്കുന്നതിന് മുന്നേ ഇവരൊരു കാര്യം പറയുന്നുണ്ട്. അത് പറഞ്ഞതിന് ശേഷമാണ് ഇവർ ആ ഒരു പാട്ട് പാടുന്നത്. അവിടെ വന്നിരിക്കുന്ന ഓഡിയൻസിന് ആർക്കും എതിർപ്പില്ല, അവരെല്ലാവരും കൈകൊട്ടിയാണത്. ഇവരുടെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. ഈ നന്ദഗോവിന്ദ ഭജൻസിന് ഇഷ്ടമുള്ളവർ, കാര്യം അവരുടെ പാട്ട് എനിക്ക് ഇഷ്ടമാണ്, ഉള്ള സത്യം പറയാം. അവരുടെ പാട്ട് കേട്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഇവരുടെ ഒരു പ്രോഗ്രാം നടക്കുന്നിടത്ത് ഇന്ന് വരെ ഒരു വഴക്കുണ്ടായി നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരടി ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും എവിടെ ആണെങ്കിലും ഗാനമേള വെച്ചാലും എന്നെ വെച്ചാലും അടിയും വഴക്കും ബഹളമല്ലേ. ഇവർ അവതരിപ്പിക്കുന്ന ആ ഒരു പാട്ടെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഭക്തിയോടുകൂടിയാണ് ഇവർ അവതരിപ്പിക്കുക. ഇവർ സിനിമ പാട്ട് അത് ചേർക്കാറുണ്ടില്ലെന്നല്ല, ഇവർ ആ ഭജന പാടുന്നതിനകത്ത് ഇവരുടെ രീതിക്ക് ഇവർ സിനിമ പാട്ടുകളൊക്കെ എൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്, സിനിമ ഭക്തിഗാനങ്ങളാണ് ചേർക്കുന്നത്. അങ്ങനെ അവർ അതും കൂടെ ചേർത്തൊക്കെ ഇവർ പാടാറുണ്ട്. പക്ഷെ അത് നമ്മളത് ലയിച്ചിരുന്ന് പോകും, നല്ലൊരു ഭക്തിയോടുകൂടിയാണ് ഇവരെ പാടുന്നത്. അത് കേട്ട് ആ ഒരു 2-3 മണിക്കൂറൊക്കെ ഒരാൾക്കാരെ പിടിച്ചിരുത്താൻ അവരെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവ് തന്നെയല്ലേ. അവിടെ ഒരു വഴക്കോ ബഹളമോ അല്ലെങ്കിൽ ഒരുത്തൻ എണീറ്റത് ഡാൻസ് കളിക്കുക, ഇരിക്കുന്നിടത്തിരുന്ന് എല്ലാവരും കൈകൊട്ടി ആ ഒരു പ്രാർത്ഥനയോടുകൂടി അങ്ങനെ ആസ്വദിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഒരു അമ്പലത്തിനാണെങ്കിലും ഒരു പള്ളിയിലാണെങ്കിലും ഒരു ഗാനമേള വെച്ചാൽ ഒരടി ഉറപ്പാണ്. കാര്യം ഒന്നെങ്കിൽ ഒരുത്തൻ തുള്ളി, അല്ലെങ്കിൽ ഒരുത്തൻ അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വന്നു, ഇല്ലെങ്കിൽ കള്ളു കുടിച്ചു നടക്കുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ ഇതിലങ്ങനെയല്ല. എന്നാലും ഇവരെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. LKG തൊട്ട് പഠിച്ചത് നമ്മുടെ ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്, നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും, എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. നമ്മളുടെ ഈ ഭജന നടക്കുമ്പോൾ തന്നെ ഇത്രയും തിരക്ക് വരുന്ന അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാവർക്കും തരുന്നത് അവിടുത്തെ പള്ളി ഗ്രൗണ്ടിലാണ്. ദേശവിളക്ക് എന്നുള്ള നമുക്ക് അടുത്ത ദിവസം ഉണ്ട് ദേശവിളക്ക്. ഇപ്പോൾ ദേശവിളക്ക് ഇവിടെ നടക്കുന്ന സമയത്ത് ദേശം മുഴുവൻ വിളക്കുകളാണ്. ആ സമയത്ത് ഇവിടെ പള്ളിയിലും വിളക്കുകൾ എത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു നാടാണ്. ഇപ്പം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പോലെയൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ കമന്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഭജന കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം, ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെയൊക്കെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, അവരെ കൂടെ ഉണ്ടാവും. ഒത്തിരി ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു കാര്യങ്ങളിലെ വ്യത്യാസമൊന്നും കാണാത്ത ഒരു നാടാണ്. അപ്പം നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാമല്ലോ അല്ലേ? അവർക്ക് വേണ്ടി ഒരു പാട്ട് പാടാമല്ലോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് പാടുന്നത്. ആ ഒരു പറയുന്ന കാര്യത്തിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു നന്ദിയായിട്ടാണ് അദ്ദേഹം ആ ഒരു പാട്ട് പാടിയത്. കാര്യം അത്രയും തിരക്കുള്ള സ്ഥലമാണ്. അവിടെ ഈ വണ്ടി എല്ലാം കൊണ്ടുവന്ന് അവിടെ റോഡിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി മറ്റു വണ്ടികൾക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടുകൾ വരും. അത് വേണ്ട, നിങ്ങൾ ഇവിടെ വെച്ച് ഇവിടോട്ട് നിങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തു എന്ന് പറഞ്ഞ് പള്ളിയിൽ ഇതിലേക്ക് സമ്മതിച്ചതാണ്. അതുപോലെ തന്നെ അവരോട് പറഞ്ഞ് അവിടെ വെച്ച് പ്രോഗ്രാം വേണേൽ നടത്തുകയും ചെയ്തോളാം. ഈ അമ്പലത്തിൻ്റെ പുനഃപ്രതിഷ്ഠയുടെ ഇതിന് വന്നതാണ്. പക്ഷേ പള്ളിയുടെ അവിടെ വെച്ച് പ്രോഗ്രാം നടത്തിക്കൊള്ളാനും അവർ അനുവാദം കൊടുത്തു. അങ്ങനെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അവിടെ അവർക്കൊരു ജാതി പറഞ്ഞൊരിതോ അങ്ങനെയുള്ള വ്യത്യാസങ്ങളോ ഒന്നുമില്ല. അവർക്ക് എല്ലാം മനുഷ്യരാണ്.
എല്ലാം മനുഷ്യരാണ്. അതുപോലെയാണ് അവരുടെ അടുത്ത് കാര്യങ്ങൾ നടത്തുന്നത്. പിന്നെ ഇവർ ഈ അമ്പലത്തിലെ ഇത് ക്രിസ്തീയ ഗാനം പാടണ്ടെന്ന് പറഞ്ഞ ഇവർ അതിപ്പോൾ ഒത്തിരി പേര് ഇപ്പോൾ പറഞ്ഞ്, എങ്കിലും ഞാൻ ഒന്നും കൂടെ ഒന്ന് ചോദിക്കുകയാണ്, ശബരിമലയിൽ 6 പാട്ട് കേട്ടാണ് അയ്യപ്പൻ ഉറങ്ങുന്നത്? 6 പാട്ട് കേട്ടാണ്. എത്ര പാട്ടുകൾ ഒരുപാട് പേര് എഴുതിയിട്ടില്ലേ? അതെല്ലാം അവരവരുടെ മതത്തിൽപ്പെട്ട പാട്ടുകൾ മാത്രമാണോ അവർ എഴുതിയിട്ടുള്ളത്? പാടിയിട്ടുള്ളത് അവരവരുടെ മതത്തിലുള്ള പാട്ടുകളാണോ പാടിയിട്ടുള്ളത്? ഒരിക്കലും അല്ലല്ലോ. ശബരിമലയിൽ പോകുന്നത് ഹിന്ദുക്കൾ മാത്രമാണോ പോകുന്നത്? അവിടെ മുസ്ലിംസ് വരെ പോകുന്നുണ്ട് വ്രതമെടുത്ത്. അതുപോലെ തന്നെ ഇവർ ഈ മതത്തിൻ്റെ കാര്യം പറഞ്ഞ് ഇത്രയും ഈ ഒരു വർഗീയത ഉണ്ടാക്കുന്നു. ഈ ഇടയ്ക്ക് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അവിടെ ഫുഡ് കൊടുക്കുന്നത് കണ്ടായിരുന്നു. അവരുടെ നോയമ്പ് സമയം എന്ന് ഓർത്തണം. അവരുടെ നോയമ്പ് സമയത്താണ് അവർ കുമ്മിനീര് പോലും അവർ ഇറക്കിയല്ല ഈ നോയമ്പ് സമയത്ത്. അതുപോലെ വ്രതം എടുക്കുന്നിടത്ത് അവരുടെ മുന്നിൽ അവർ ആ ഫുഡ് എടുത്ത് ഈ ആൾക്കാർക്ക് കൊടുക്കുകയെല്ലാം ചെയ്തു. അതുപോലെ തന്നെ മുസ്ലിം പള്ളിയുടെ അവിടെ തുറന്നു കൊടുത്തു. അവിടെയുള്ള ആൾക്കാർക്ക് അവിടെ കയറി ഇരിക്കാനും മറ്റു അവർക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താനായിട്ട്. അതൊക്കെ എന്തുകൊണ്ടാണ്? അവർ മനുഷ്യരായതുകൊണ്ടാണ്. അവർക്ക് ഒരു ഈ വരുന്നവർക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർക്കറിയാം. ആറ്റുകാല പൊങ്കാല എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അവിടെ ഒരുപാട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വന്ന് തലേ ദിവസം മുതലേ അവിടെ നിൽക്കുന്നവരുണ്ട്, അങ്ങനെ വരെ നിൽക്കുന്നവരുണ്ട്. അപ്പം അത്രയും ഇതായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് അവർക്ക് വേണ്ടി അങ്ങനെ ഒരു ജാതി നോക്കിയിട്ടാണോ ചെയ്തു കൊടുത്തത്? ഒരു ജാതിയുടെ ഇതായിട്ടാണോ? പിന്നെ ഇതെല്ലാം പോട്ടെ, ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഇവർ ഇത്രയും കിടന്ന് പ്രസംഗിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. ഞാനോക്കെടാ, പക്ഷേ ഈ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഒരു 2 വർഷത്തിന് മുന്നേ നടന്നൊരു സംഭവമാണ്. 2 വർഷമായിട്ടുണ്ട് ഈ ഒരു സംഭവം നടന്നിട്ട്. സുരേഷ് ഗോപിയുടെ മോടെ കല്യാണത്തിന് മുന്നേ ആയിട്ട് അവർ മാതാവിന് കൊണ്ടുപോയി സ്വർണ്ണക്കിരീടം കൊടുത്താണ്. അന്ന് എവിടെ ആയിരുന്നു ഈ പെണ്ണുപിള്ള? ഇവർ ടീച്ചറെ നിന്ന് വിളിക്കാൻ കൊള്ളത്തില്ല. കാര്യം അതുപോലെ ഇവർ വിഷം തുപ്പുവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവരെവിടെ ആയിരുന്നു? ഇവരന്നേരം ഓടി വന്നിച്ച് കയ്യെ കയറി പിടിച്ച് പറയാൻ പറയുന്നോ, യോ സുരേഷ് ഗോപി അത് ചെയ്യരുത്, നമ്മുടെ ആചാരത്തിന് എതിരാണ്, നമ്മൾ ഈ ഒരു വിശ്വാസത്തിൽ ജീവിക്കുന്നവരല്ല, ഇങ്ങനെ ക്രിസ്ത്യാനികൾക്ക് കൊണ്ട് കൊടുക്കാതെ ഇങ്ങോട്ട് ബാ എന്ന് പറയാൻ ഇവർ വിളിച്ചുകൊണ്ട് പോകാതിരുന്നത്. ഇവരന്നേരം ഒന്നും ഇവർക്കിതൊന്നും പറയാനില്ലായിരുന്നോ? ഇപ്പം ഇവർ ഒന്ന് കയറി വന്നു, നല്ല രീതിക്ക് വന്നു, ഒരു പാട്ട് പാടിയത്, വേറെ ഒന്നുമല്ല. ഇനി മറ്റൊരു മതത്തിൻ്റെ ഇത് വന്ന് ഇവരെ അപമാനിച്ച് അല്ലെങ്കിൽ ഇവരുടെ മതത്തെ അപമാനിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം. അതൊക്കെ ഒരു നിസാര ഒരു ഭക്തി ഗാനം പാടിയതിനാണ് അവർ ഇത്രയും വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ വീണ്ടും പോസ്റ്റുകൾ ഇട്ട് ഇങ്ങനെ ഒരുമാതിരി പന്ന ഇത് ഇട്ടുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. ഇതിനവരെന്നെ എതിർക്കാതിരുന്നത്. ഇത് പള്ളിയിലല്ലേ ഈ സംഭവം നടന്നത്? ഇത് മാതാവിൻ്റെ അടുത്താണല്ലോ നടന്നത്. എന്നിട്ട് അവരവിടെ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇത് പള്ളിക്കകത്ത് നടന്ന സംഭവമല്ലേ? അന്നേരം ഇവർ പറഞ്ഞില്ലല്ലോ ഹിന്ദുക്കൾ ക്രിസ്ത്യാനിയുടെ പള്ളിയിലോട്ട് കയറണ്ട, ഇങ്ങോട്ട് ബാ, അങ്ങോട്ട് പോകണ്ട, അവിടെ ഇച്ചിച്ചി എന്ന് പറയാൻ നിന്നില്ലല്ലോ. വിഷം കുത്തി വെക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല, വിവരവും കൂടെ വേണം, എന്നാലേ മനുഷ്യനൊരു വകതിരിവ് ഉണ്ടാകുകയുള്ളൂ. ഇത് വിദ്യാഭ്യാസം ഉണ്ട്, ടീച്ചർ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ ദേശവിളക്ക്, അത്രയും ഇതായിട്ടാണ് പറയുന്നത്. കേൾക്കുമ്പോണ്ടല്ലോ സത്യം പറഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാര്യം ഒരു നാട് മൊത്തം ഓരോ മതക്കാരുടെയും കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തൊക്കെ അങ്ങനെയൊക്കെ കാണുന്നതിന് ഭയങ്കര ഒരു അത്ഭുതം തന്നെയല്ലേ, ഭയങ്കര സന്തോഷമല്ലേ അതൊക്കെ. അതങ്ങനെ ആ ഒരു മൈൻഡിലല്ലേ എടുക്കേണ്ടത്. ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ശശികല ടീച്ചറെ, മാപ്പിളപ്പാട്ട് എനിക്കിഷ്ടമാണ്, പക്ഷേ അത് ക്ഷേത്രത്തിലല്ല, അത് പൊതുസ്ഥലത്താവട്ടെ, അവരുടെ വേദികളിലാകട്ടെ, അവർ കാസറ്റാക്കിയിട്ട് നമ്മളൊക്കെ കേൾക്കാം. എൻ്റെതാ ഇത് പറയുന്നത് കേട്ടാൽ തോന്നും ക്രിസ്തീയ ഗാനം അങ്ങ് ശ്രീകോവിലിനകത്ത് പോയിരുന്ന ആരോ പാടിയെന്ന് ഉള്ള പോലെയാണ് ഇവരിപ്പോൾ പറഞ്ഞ് വരുത്തുന്നത്. കാസറ്റിലാക്കി കൊടുക്കാൻ ഇവന് വേറെ പണിയൊന്നുമില്ല. ഇവർക്ക് കാസറ്റിലാക്കി കൊടുക്കാതിരിക്കുന്ന ആരാണ്ട് ഇവർ പറയുന്ന വേറൊരു അതിന് നമുക്ക് വേറൊരു ഇത് കേൾക്കാവേ. കേട്ടതിന് ശേഷം ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ കേൾക്കാം. നോക്കൂ, അവർക്ക് പാൽപ്പായസം എന്താണ്, ചിക്കൻ മസാല എന്താണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. കേരളത്തിൽ മതേതരത്വവും മതസൗഹാർദ്ദവുമാണ് പാൽപ്പായസം. ആ വിവരം അവർക്ക് തിരിച്ചറിയാൻ പാടില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർ ഇത്തരത്തിൽ ഒരു കാര്യം പറയുന്നത്. ഈ കേരളത്തിൻ്റെ ഒരു ചരിത്രം എന്താണ്? കേരളത്തിൻ്റെ ഒരു ചരിത്രത്തിനകത്ത് എല്ലാ മതങ്ങളും ഒരുമിച്ച് ചേർന്ന് ഇഴുകിച്ചേർന്ന് പരസ്പരം സഹകരിച്ച് ജീവിച്ചിരുന്ന ഒരു ചരിത്രത്തിന് മാറ്റമുണ്ടാക്കാൻ, ഒരു അപനിർമ്മിതി ഉണ്ടാക്കാനുള്ള ഇവരുടെ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ബാക്കിയെല്ലാം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ സീറോ മലബാർ സഭയിലെ ഒരു അംഗമാണ്. സീറോ മലബാർ സഭയിൽ പണ്ട് സുറിയാനി ഭാഷയിലാണ് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. അത് മലയാളത്തിലേക്ക് കുർബാന പുസ്തകം ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ അകത്ത് തിയോളജീഷ്യൻസായ കുറച്ച് അച്ഛന്മാരും ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും
മലയാള ഭാഷ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ലിംഗ്വിസ്റ്റിക് എക്സ്പേർട്ടിനെ വെച്ചു. അത് ജി ശങ്കരക്കുറുപ്പായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കുർബാന പുസ്തകം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ജി ശങ്കരക്കുറുപ്പിനെ വെച്ച നാടാണത്. എന്തുമാത്രമല്ല, ഞങ്ങളൊക്കെ പള്ളിയിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ ഇന്നും ഈ പള്ളിയിൽ വരുന്ന ആർക്കും അറിയാത്ത ഒരു പാട്ട്, എല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട്. ഇതൊരു സിനിമാ പാട്ടാണെന്ന് പോലും ആർക്കും അറിയാൻ പാടില്ല. നിത്യവിശുദ്ധയാം കന്യാമറിയമേ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. ഈ പാട്ട് എഴുതിയത് വയലാർ രാമവർമ്മയാണ്. ഈ പാട്ടിന് ഈണം നൽകിയത് ദേവരാജ മാഷാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയൊരു പാട്ടുണ്ട്, ഒരു കരുണാമയനെ കാവൽ വിളക്കേ എന്ന് പറഞ്ഞൊരു പാട്ട്. ആ പാട്ട് ഗിരീഷ് പുത്തഞ്ചേരിയാണ് എഴുതിയത്. അപ്പം എങ്ങനെയാണ് ഈ സമൂഹം വളർന്നു വന്നത്? ഈ സമൂഹത്തിനകത്ത് എങ്ങനെയാണ് മതസൗഹാർദ്ദം ഉണ്ടായത്? മനുഷ്യർ എറണാകുളത്ത് കലാഭവൻ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നുണ്ടോ? ആ പ്രസ്ഥാനം നടത്തിയിരുന്നത് ആബേലച്ചനാണ്. ആബേലച്ചൻ്റെ കലാഭവൻ ഈ മലയാളത്തിന് സമ്മാനിച്ച എത്ര അതുല്യ പ്രതിഭകളുണ്ട്. സിദ്ദിഖും ലാലും ജയറാം, നിങ്ങൾ ഈ സിനിമയിൽ ഇന്നത്തെ കാലത്ത് പ്രഗത്ഭരായി നിൽക്കുന്ന മിക്കവാറും എല്ലാവരെയും എടുത്താൽ അവരെല്ലാവരും ഈ കലാഭവൻ സമ്മാനിച്ചവരാണ്. കലാഭവൻ റഹ്മാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒറ്റ കാര്യം ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ആബേലച്ചൻ്റെ പ്രസ്ഥാനമാണെന്ന്. ആബേലച്ചൻ ആ പ്രസ്ഥാനം നടത്തിയപ്പോൾ ഇതിനകത്ത് ഒരു മുസ്ലിം വന്നാൽ പറ്റൂല, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ മാത്രമേ ഞങ്ങൾ കലാകാരന്മാരാക്കുള്ളൂ എന്നൊന്നും തീരുമാനിച്ചിരുന്ന ഒരു കാലം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം. കറക്റ്റാണ് ഈ പറഞ്ഞത്. ആബേലച്ചൻ്റെ അവിടെ അച്ഛൻ എത്രയോ കലാകാരന്മാരെ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്, എത്രയോ കലാകാരന്മാരെ. ഇപ്പോഴും ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് വെച്ചാണ് പല നടന്മാരും അറിയപ്പെടുന്നത്. എന്നിട്ട് ആണ് ഇവർ ഈ വർഗീയത ഉണ്ടാക്കാൻ നടക്കുന്നത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതിനെ സപ്പോർട്ട് ചെയ്ത് കുറേ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട് കേട്ടോ. ടീച്ചർ പറഞ്ഞ കറക്റ്റാണ്. അമ്പലത്തിൽ പാടേണ്ട അമ്പലത്തിൽ, പള്ളിയിൽ പാടേണ്ട പള്ളിയിൽ. നാണമില്ലേ എന്നാണ് ഞാൻ ഓർക്കുന്നത്. അവർക്കോ വിവരമില്ല. ആ വിവരമില്ലായ്മ വീണ്ടും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവിടെ കാണുമ്പോഴത്താണ് മനസ്സിലാകാത്തത്. കാര്യം വരുന്ന തലമുറയിലോട്ടൊക്കെ ഈ വിഷം കുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. വരുന്ന തലമുറയുടെ ഭയങ്കരമായിട്ട് വിഷം കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇവർ പറയുന്നുണ്ട് മതപഠന ക്ലാസ് ക്രിസ്ത്യനും അതുപോലെ തന്നെ മുസ്ലിംസിനും ഉള്ളത് മതപഠന ക്ലാസ്. എത്രയോ അമ്പലങ്ങളിലുണ്ട്. ഞങ്ങളുടെ ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഞായറാഴ്ച ദിവസം പിള്ളേർക്ക് മതപഠന ക്ലാസ്, ഈ അമ്പലത്തിലെ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും ഈ ഇങ്ങനെ ഹിന്ദു ആചാരങ്ങളെപ്പറ്റി പഠിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് എത്രയോ ഇത് പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ. കുഞ്ഞുങ്ങളെ വിടുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കുഞ്ഞുങ്ങളെ വിട്, അവിടെ ഹിന്ദുക്കളുടെ ഇതായിട്ടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവർ പറയുന്ന ഒരു കൊച്ചു വളർന്നു വന്ന് 18 വയസ്സാകുമ്പോഴത്തേക്ക് തീരുമാനിക്കട്ടെ, ഏത് വിശ്വാസം വേണം തീരുമാനിക്കട്ടെ എന്നൊക്കെയാണ് അവർ പറയുന്നത്. 18 വയസ്സ് വരെ മതത്തെപ്പറ്റി ഒന്നും പഠിപ്പിക്കേണ്ടെന്ന്. ഈ ഹിന്ദുസിൻ്റെ രീതിയിലൊന്നും മുത്തശ്ശിമാരൊന്നും മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്നത്തിനാണ് ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോഴേ നാമം ചെല്ലിപ്പിക്കുന്നത്? ഈ നാമം ചെല്ലിപ്പിക്കുന്ന എന്നത്തിൻ്റെ സന്ധ്യവിളക്ക് കത്തിച്ചതിന് ശേഷം നാമം ചെല്ലിപ്പിക്കുന്നത്. എന്നാൽ പറഞ്ഞാൽ മതി, 18 വയസ്സായിട്ട് മക്കൾ നാമം ചെല്ലിയാൽ മതി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതാണ് പറഞ്ഞത്. വിവരമില്ലായ്മ ഒരു അലങ്കാരമാക്കി അവർ കൊണ്ടു നടക്കുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി പറയുന്നത് എന്നാന്ന് മനസ്സിലാകും. പോസിബിൾ ആണോ ഈ ഖുറാനും ബൈബിളും ഖുറാനും ബൈബിളും ഇരിക്കേണ്ടോടത്ത് ഇരുന്നിട്ട് ഇവരായി പോന്നിരുന്നുവെങ്കിൽ നമുക്ക് എടുക്കണ്ട, നടക്കണില്ല. അവരുടെ ജീവിതം ഖുറാനും ബൈബിളും ബേസ് നടന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് മത പൗരോഹിത്യത്തിന്റെ തകരാറാണ്. പൗരോഹിത്യത്തിന് ഈ പുസ്തകം വെച്ചുകൊണ്ട് ഇവരെ അടിമയാക്കി നിർത്തണം. ഇവരെ ഇതൊന്ന് സ്വതന്ത്രരാക്കാൻ അവർ തയ്യാറല്ല. അവർക്ക് പറ്റുന്ന കുഴപ്പം ഹിന്ദുമതത്തിന്റെ മഹിമ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളാരും കുട്ടിക്കാലത്ത് ഇതൊന്നും കുട്ടികളുടെ തലയിലേക്ക് അടിച്ചു കയറ്റുന്നില്ല. നേരെ മറിച്ച് ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കും പറ്റുന്ന തരക്കട എന്ന് പറഞ്ഞാൽ ബോധമുറയ്ക്കുന്നതിന് മുമ്പ്, തീരുമാനങ്ങൾ എടുക്കാൻ അറിയുന്നതിന് മുമ്പ് തലയിലേക്ക് ഇതൊക്കെ അടിച്ചു കയറ്റുന്നു. ബൈബിളിലെ കാര്യങ്ങളും ഖുറാനിലെ കാര്യങ്ങളും അടിച്ചു കയറ്റുന്നു. പിന്നെ എന്ത് തന്നെ ശുദ്ധവായു കടന്നാലും അവരുടെ തലയിലേക്ക് വേർക്കാൻ ആ കുട്ടിക്കാലത്ത് എഴുതി ഫ്ലൈറ്റുമ്പോൾ കല്ലുവരെ പിടിച്ച മാതിരിയാണ്. പിന്നെ മായ്ച്ചു കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇവരുടെ കുട്ടിക്കാലത്ത് തലയിൽ എഴുതി കൊടുക്കുകയാണ്. ഇവിടെ രാഷ്ട്രം ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് ഹിന്ദുമതത്തിന് എന്തോ ആയിക്കോട്ടെ, ഒരു 18 വയസ്സ് വരെ മതപഠനം അനുവദിക്കരുത്. മതത്തിന്റെ ആചാരങ്ങൾ പിൻപറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. മതത്തിന്റെ ആചാരങ്ങൾ പിൻപറ്റാം, മതത്തിന്റെ അനുഷ്ഠാനങ്ങൾ ചെയ്യാം. പക്ഷേ മതപഠനം അഥവാ അനുവദിക്കുകയാണെങ്കിൽ അത് വളരെ കൃത്യമായ മോണിറ്ററിംഗ് നടത്തിയിട്ടുള്ള പാഠ്യപദ്ധതി അംഗീകരിച്ചതിന് ശേഷം മാത്രമേ മതപഠനം അനുവദിക്കാവൂ. ഇത് ഈ ബോധമില്ലാത്ത പ്രായത്തിൽ ഈ കുട്ടികളെ തലയിൽ അടിച്ചു കയറ്റിയിട്ട് അവർ കാണുന്നവരെല്ലാം ശത്രുക്കളായിട്ടാണ് കാണുന്നത്. ഇവരെല്ലാം ഞങ്ങളെ നശിപ്പിക്കാനുള്ളവരാണ് എന്നുള്ളൊരു ശത്രുഭാവത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേമിച്ച് കീഴടക്കാം, അല്ലെങ്കിൽ വേറെ രൂപത്തിൽ കീഴടക്കാം. ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ അവർ മെനയുന്നത് ഈ കുട്ടിക്കാലത്ത് തലയിൽ ഇത് ചെന്നിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ നാടിന് സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മതപഠനം ഒരു 18 വയസ്സ് വരെ ആവശ്യമില്ല എന്നുള്ളതാണ്. 18 വയസ്സ് കഴിഞ്ഞ് താല്പര്യമുള്ളവർ മതം പഠിക്കട്ടെ. അതുവരെ മതത്തിന്റെ ആചാരവും അനുഷ്ഠാനവും പിൻപറ്റി ജീവിച്ചാൽ മതി. പഠനം മറ്റ് വിദ്യാഭ്യാസത്തിന് ശേഷം മാത്രം പഠിക്കട്ടെ. മതം എന്ത് നല്ല ഇതോടുകൂടി സംസാരിക്കുക. ഇവരാണ് ഇപ്പോൾ ഈ മതത്തിന്റെ പേരും പറഞ്ഞ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയൊക്കെ നിങ്ങൾ ഓർക്കണം. മതത്തിന്റെ പേരും പറഞ്ഞ് ഒരു ക്രിസ്തീയ ഗാനം ആലപിച്ചെന്നും പറഞ്ഞുകൊണ്ട് വിഷയം ഉണ്ടാക്കിയവരാണ്. ഇവരാണ് പറയുന്നത് ഹിന്ദു ക്രിസ്ത്യൻ മതപഠനം പഠിക്കുന്നുണ്ട്, അവർക്ക് എല്ലാവരും ശത്രുക്കളാണ്. ഏത് ക്രിസ്ത്യനാണ് ഈ ശത്രുത ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത്? അല്ലെങ്കിൽ ഹിന്ദുക്കൾ കുറേ വിവരമില്ലാത്ത മനുഷ്യർ എന്തെങ്കിലുമൊക്കെ കാണിക്കുക. അത് എല്ലാ മതത്തിലും ഉണ്ട്. ഹിന്ദുവിലോ ക്രിസ്ത്യനിലോ മുസ്ലിമിലോ മാത്രമായിട്ട് നിൽക്കുന്നതല്ല, എല്ലാ മതത്തിലും ഉണ്ട് കുറേ എണ്ണങ്ങൾ. ഇവരെ പോലുള്ള കുറേ എണ്ണങ്ങളുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവർ പറഞ്ഞു കേട്ടോ, മതത്തെപ്പറ്റി ഒന്നും പഠിക്കേണ്ട, ആചാരങ്ങൾ അനുഷ്ഠിച്ചോട്ടെ എന്ന്.
ഈ ആചാരങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ ഈ മതത്തെപ്പറ്റി എന്തെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? ഞാനിപ്പോൾ ഒരു ക്രിസ്ത്യനാണ്, എനിക്ക് ഒന്നും അറിയത്തില്ല ക്രിസ്ത്യൻ്റെ രീതികൾ, പിന്നെ എന്നെ ആചാരമാണ് ഞാൻ അനുഷ്ഠിക്കേണ്ടത്? അത് പറ. ഒരു ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ട് ജീവിച്ചേച്ച് മതത്തെപ്പറ്റി ഒന്നും അറിയത്തില്ല, മതത്തെപ്പറ്റി ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, പിന്നെ എന്ത് ആചാരമാണ് ഞാൻ അനുഷ്ഠിക്കേണ്ടത്? വിവരമില്ലായ്മ അലങ്കാരമാക്കി വെച്ചേക്കുന്നതൊക്കെ നമുക്ക് പറയാം. അഹങ്കാരത്തോടു കൂടി അലങ്കാരം, അത് തന്നെയാണ് നല്ലത്. പിന്നെ ഇവർ പറയുന്നു അവർ വളർന്നു കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഈ വർഗീയതയൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവരെന്നതാണ് ഈ കാണിച്ചു കൂട്ടിയേക്കുന്നത്? ഇവർ നിസാരം സ്വന്തം സമുദായത്തിലുള്ള പിള്ളേരൊക്കെ അല്ലേ, അതൊക്കെ ഉയർന്നു പോട്ടെ എന്നെങ്കിലും വിചാരിച്ചുകൂടെ? അവർ ഇപ്പം നല്ല ഹൈപ്പിൽ നിൽക്കുവാണ്. ആ സമയത്ത് അവരെ ഈ ഒരു കാര്യം പറഞ്ഞ് മോശമാക്കാം, പക്ഷെ അതിന് അവർക്ക് ഉയർച്ച ഇട്ടേക്കുന്നത്. അതുപോലെ ആരാണ്ട് ഇട്ടേക്കുന്നത് ഇനി ഇവരുടെ ഭജനയൊന്നും അമ്പലങ്ങളിൽ വെക്കരുത്, പള്ളിക്കാർ കൊണ്ടുപോയി പള്ളിക്കാർ നടത്തട്ടെ എന്ന്. എന്നതാണ് ഇതൊക്കെയാണ് മതം? ഹിന്ദുവസ്ഥായിട്ടുള്ള ഒരാൾ പറഞ്ഞേക്കുന്നതാണ്. ഇവർ പറഞ്ഞ മതത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ക്രിസ്ത്യൻ മുസ്ലിം വർഗീയത ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന ആ മതത്തിലുള്ള ഒരു വ്യക്തി പോസ്റ്റ് ചെയ്തേക്കുന്ന കാര്യമാണത്. അപ്പം ഇവർ പറയുന്ന മതം സത്യത്തിൽ ഏത് മതമാണ് വർഗീയത ഉണ്ടാക്കുന്നത്? ഞാനത് പറഞ്ഞു, വർഗീയത പറയാൻ വേണ്ടി വന്നതല്ല. ഇവരെ പോലുള്ള ഒരു ദുഷിച്ച ഇതിപ്പോൾ ഇവർ ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും ഇവർ മുസ്ലിം മതത്തിലാണെങ്കിലും ഉണ്ടെങ്കിലും ഇവരൊക്കെ വിഷം ചീറ്റിക്കൊണ്ട് തന്നെ ഇരിക്കും. ഹിന്ദു മതത്തിൽ തന്നെ വേണമെന്നില്ല. ഹിന്ദു മതത്തിലുള്ള ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. ആ നാട്ടിൽ തന്നെയുള്ള ആൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വിഷയമില്ല. ആ അമ്പലത്തിലെ കമ്മിറ്റിക്കാർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങളിവിടെ ഇങ്ങനെയാണ്, ഞങ്ങളിവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് പോകുന്നത്, പിന്നെ ഇവർക്ക് എന്നാണ് പ്രശ്നം? അങ്ങനെ വിഷം കുത്തി വെച്ചിട്ട് ഇവരൊന്നും നേടുന്നില്ല. ഇവരൊരു കാര്യത്തിലും ഇവർ രക്ഷപ്പെടാനും പോകുന്നില്ല. നമുക്ക് മനുഷ്യരാണ് ആദ്യം ആകേണ്ടത്, മനുഷ്യനാകുക. വരുന്ന തലമുറയ്ക്കൊക്കെ നല്ലത് കാണിച്ചു കൊടുക്കുക, നല്ലത് പറഞ്ഞു കൊടുക്കുക. മതത്തെപ്പറ്റി ഒരു ഇതായിട്ട് ഞാൻ എൻ്റെ മക്കളെ ഒരു മതത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മക്കളെ എല്ലാ മതത്തിലും നമ്മൾ ഏതൊരു മതം എന്നെ പഠിപ്പിച്ച് വളർത്തിയത് അങ്ങനെയാണ്. ഏത് മതത്തിലാണ് നമ്മൾ വന്നിച്ചില്ലേലും നിന്ദിക്കാൻ നിന്നേക്കല്ല. അത് തന്നെയാണ് എൻ്റെ മക്കളോടും പറയുന്നത്. നമ്മൾ ജീവിച്ചിരുന്നൊരു വിശ്വാസമുണ്ട്, പക്ഷെങ്കിൽ അത് വേറൊരു മതക്കാരെ നമ്മൾ വേദനിപ്പിക്കുന്ന ഒരു വർത്തമാനം നമ്മുടെ വായിൽ നിന്ന് വരില്ല. നമ്മൾ നമ്മുടെ ദൈവത്തെ വിശ്വസിക്കുന്ന പോലെ തന്നെയാണ് അവർക്ക് അവരുടെ മതത്തിലുള്ള ദൈവത്തിലുള്ള വിശ്വാസം. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ വിശ്വാസം നമ്മൾ എത്രമാത്രം വില കൊടുക്കുന്നു അതുപോലെ തന്നെയാണ് അവരും കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു മതത്തെയും നമ്മൾ പുച്ഛത്തോടുകൂടി പുച്ഛത്തോടുകൂടി സംസാരിക്കില്ല. അവരുടെ വിശ്വാസങ്ങളെ, അവരുടെ ആചാരങ്ങളെ ഒന്നും ഇതായിട്ട് പറയാൻ നിൽക്കരുത്. എല്ലാവർക്കും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും വലുത് തന്നെയാണ്. ഇവർ പറയുന്നത്, ഇവർ തന്നെ വിഷം തുപ്പിയേച്ച് ഇവർ പറയുന്നു മറ്റു മതക്കാരാണ് വിഷം തുപ്പുന്നതെന്ന്. എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. നമുക്ക് നവീൻ പറയുന്ന കുറച്ച് കാര്യങ്ങളോട് ഒന്ന് കേൾക്കും കേട്ടോ. ഇതാണ് നമ്മളുടെ ഇവിടുത്തെ ചർച്ച. നമ്മുടെ പള്ളി വളരെ ക്ലോസ് ആണ്, കാണുമ്പോൾ തന്നെ അറിയാം. അവര് പറഞ്ഞു എന്ത് സൗകര്യം വേണം, വേണമെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം ഇവിടെ വേണമെന്ന് ചെയ്തോളൂ. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു ഗുണം ഭയങ്കര ഹാർമണിയാണ്. അപ്പം നമ്മള് ദേശവിളക്ക് എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് ഇവിടെ. ദേശവിളക്ക് എന്ന് പറയുന്നത് നമ്മള് വിഷുവിന്റെ തലേദിവസം നമ്മള് ഇവിടെ ഫുള്ള് വിളക്ക് കത്തിക്കും. അപ്പം ഫുള്ള് ലൈറ്റ്, നമ്മുടെ നാട് മുഴുവൻ ഇത് ആ സമയത്ത് പള്ളിയിൽ അവിടെ മെഴുകുതിരി കത്തിക്കും. അപ്പം അത് ഭയങ്കര രസമാണ്. അതൊക്കെ തൊട്ടടുത്താണ് നമ്മൾ. നവീനൊരു ഹിന്ദുവാണ്, എത്ര സന്തോഷത്തോടെയാണ് പറയുന്നത് ആ സമയത്ത് പള്ളി വിളക്ക് കത്തിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. ആ ഒരു സന്തോഷത്തിൻ്റെ കാര്യം മറ്റൊരു മതക്കാരാണ്, അവരാണ് ആ ഒരു വിളക്ക് കത്തിക്കുന്നത്. അവരുടെ ഹിന്ദുക്കളുടെ ആചാരമാണ് അവിടെ നടക്കുന്നത്. അവരുടെ അത് വിഷുവിന് തലേദിവസം അവരുടെ ഹിന്ദുക്കളുടെ എത്തി നടക്കുന്നത്. അപ്പോൾ അവിടെ പള്ളിയിലും വിളക്ക് കത്തിക്കുന്നത്. അതുപോലെ തന്നെ ദുഃഖവെള്ളിയാഴ്ച പറഞ്ഞില്ലേ, ദുഃഖവെള്ളിയാഴ്ച ആ ഒരു ആൾ കമൻറ്റ് ഇട്ടത് ഞാൻ കണ്ടതാണ്. ആ ദേശത്ത് അങ്ങനെയാണെന്ന്. ആ ദുഃഖവെള്ളിയാഴ്ച ദിവസം ആ അമ്പലത്തിൽ ഉറക്കപ്പാട്ട് വെക്കത്തില്ലെന്ന്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇനിയിപ്പോൾ ഇത് കേട്ടാണെങ്കിൽ പുള്ളിക്കാരി ഉടനെ ദുഃഖവെള്ളിയാഴ്ച അവിടെ ചെല്ലും, അമ്പലത്തിൽ ചെന്ന് ചെറിയ പാട്ടുറക്കം വെക്കാൻ പറയും. അങ്ങനത്തെ സാധനമാണ്. അപ്പം അതുപോലെ ആ നാട്ടുകാരും ജീവിക്കുന്നതാണ്. അവർക്കിടയിലേക്ക് മാത്രമല്ല സമൂഹം മൊത്തം ഒരു വിഷം ചീറ്റുന്ന പോലെയാണ് ഈ ഒരു സംഭവം എടുത്തിട്ടേക്കുന്നത്. ഈ ഒരു സംഭവം എടുത്തിട്ടേക്കുന്നവർ അങ്ങനെയാണ്, ഒരു വിഷം തുപ്പുന്ന മാതിരിയാണ് എടുത്തിട്ടേക്കുന്നത്. ഇവരെ അനുകൂലിച്ചും ഇവരെ എതിർത്തും ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇവരെ അനുകൂലിച്ച് പറയുന്നവർ ചിലരൊക്കെ ഈ മതത്തിൻ്റെ പേര് വെച്ച് പറയുന്ന കേൾക്കുമ്പോൾ കഷ്ടം തോന്നും കേട്ടോ, സങ്കടം തോന്നാറുണ്ട്. ഈ കൊറോണയും ഇതൊക്കെ വന്നിട്ടൊന്നും ആരും ഒന്നും പഠിച്ചിട്ടില്ല, ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ഇങ്ങനെയുള്ള ജാതി മതത്തിൻ്റെയൊക്കെ പേര് കിടന്ന് ഓരോന്നും കാണിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള രോഗങ്ങളും ഇങ്ങനെയുള്ള നാശനഷ്ടങ്ങളും ഒക്കെ ദൈവം തമ്പുരാൻ തന്നെ തരുന്നത്. കാര്യം എന്താ വെച്ചാൽ മനുഷ്യരൊക്കെ ഒന്ന് പഠിക്കട്ടെ. ഇതൊക്കെ മനുഷ്യർക്ക് ഈ ജാതി പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റി നിർത്താനുള്ളല്ലോ കൂടുതൽ. ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണ് ഞങ്ങളുടെയൊക്കെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാനാണ് പറയുന്നത്, അല്ലാതെ അയൽക്കാരനെ കാണുമ്പോഴത്തേക്കും അവൻ ക്രിസ്ത്യാനിയാണോ നോക്കാൻ നല്ല പഠിപ്പിക്കുന്നത്. ഒരു പള്ളിയിൽ ഒരു അച്ഛനുണ്ടായിരുന്നു, അമ്പലത്തിൽ കച്ചേരി നടത്തുന്നത്. ഞാനത് കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് അച്ഛൻ്റെ പേര്. അമ്പലത്തിൽ കച്ചേരിയൊക്കെ നടത്തുന്ന അച്ഛൻ, അമ്പലത്തിൽ കച്ചേരിക്ക് പോകുന്നതും ആ കച്ചേരി പാടുന്നതും ഒക്കെ ആയിട്ടുള്ള ഇത് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് അഭിനയിച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നത് മറ്റേ ക്യാപ്റ്റൻ രാജുവാണ് അഭിനയിച്ചേക്കുന്നത്. ആ സിനിമ ഞാൻ കണ്ടിട്ടുള്ളതാണ്. എന്ന് പറയുന്നത് അത് ശരിക്കുമുള്ളൊരു കഥയെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വൈദികൻ ഉണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മതത്തിൻ്റെ പേര് വെറുതെ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മനുഷ്യർക്ക് അതിനൊക്കെ കൂടുതൽ എന്നതെല്ലാം കാര്യങ്ങൾ. ഇപ്പം തന്നെ ആ പടക്കക്കടയ്ക്ക് തീ പിടിച്ചു, എത്ര പേര് പോയി. അവിടെ ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞാണോ പോയത്? ഒരിക്കലുമല്ല.
അതൊക്കെ ഓരോന്നും അതിനെപ്പറ്റി കേൾക്കുമ്പോണ്ടല്ലോ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയം വരും. അവർക്കറിയാം ആ പടക്കക്കടയിൽ ഇരുന്ന് ചെയ്യുന്ന ആ ജോലി ചെയ്യുന്ന അവർ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സംസാരിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ട്. അവർക്കറിയാം ഒരു നിമിഷം മതി അവരുടെ ജീവൻ പോകാനെന്നുള്ളത് അവർക്കറിയാം. അതും അറിഞ്ഞുകൊണ്ടാണ് അവരവിടെ നിന്ന് ചിരിച്ചിരുന്ന് അവർ ആ ജോലി ചെയ്യുന്നത്. അത് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ ഈ മതം പറയുന്നവരൊക്കെ അതും കൂടെ ഒക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഈ മതം പറയാനായിട്ട് നിൽക്കുക. എന്നാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കത് എൻ്റെ അടുത്ത് എന്നെ വിമർശിക്കാം. കാര്യം എന്നു ചോദിച്ചാൽ ഞാൻ പറയുന്ന എല്ലാം കറക്റ്റ് ആയിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ അടുത്ത് തിരിച്ച് പറയുകയും ചെയ്യാം. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാനൊരു മതത്തെയും ഇതാക്കി പറഞ്ഞല്ല. എനിക്ക് എല്ലാ മതത്തിലും വിശ്വാസമുണ്ട്. ഞാൻ എല്ലാ മതത്തിലും ബഹുമാനിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ മതത്തെപ്പറ്റി പറയുന്നത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി. അതൊന്നല്ല, വീണ്ടും 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 ഓരോരോ പോസ്റ്റുകൾ വരുന്ന കണ്ടപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു വീഡിയോ റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.